ഒരു പൂച്ചയെ വീട്ടിൽ വളർത്തുന്നത് വെറുമൊരു രസമല്ല, നിങ്ങളെ ഞെട്ടിക്കുന്ന 10 വൻ പ്രയോജനങ്ങളിതാ. 1. നിങ്ങളുടെ മാനസിക സങ്കടങ്ങൾ ഇവർ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടില്ലാതാക്കും. 2. പൂച്ചകളുടെ മ്യാവൂ വിളി ഹൃദയാഘാത സാധ്യത 30% വരെ കുറയ്ക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. 3. നമ്മുടെ ഏകാന്തത പൂർണ്ണമായും മാറ്റി നല്ലൊരു കൂട്ടുതരും. 4. വീട്ടിലെ എലികളെയും കുഞ്ഞു പ്രാണികളെയും ഇവർ അപ്പത്തന്നെ തുരത്തും. 5. കുട്ടികളിലെ രോഗപ്രതിരോധശേഷി കൂട്ടാൻ ഇവർ സഹായിക്കും. 6. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് വീട്ടുചെലവ് വളരെ കുറവാണ്. 7. വളരെ കുറഞ്ഞ സ്ഥലത്തുപോലും ഇവർക്ക് സുഖമായി ജീവിക്കാം. 8. ഇവരെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായി ശരീരം വൃത്തിയാക്കും. 9. നിങ്ങളുടെ ഉറക്കം കൂടുതൽ സുഖകരമാക്കും. 10. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും മാറാത്ത വലിയൊരു സന്തോഷം തരും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചയെ വീട്ടിൽ വളർത്തുന്നവർ ശരിക്കും ഭാഗ്യവാന്മാരാണെന്നറിയാമോ? കാരണം മറ്റേത് പൂച്ചകളെക്കാളും മനുഷ്യരുമായി പെട്ടെന്ന് കൂട്ടുകൂടാനും കട്ടയ്ക്ക് സ്നേഹിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവാണ്. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വാതിൽക്കൽ തന്നെ കാത്തുനിന്ന് കാലിൽ വന്നു ഉരുമ്മി അവർ കാണിക്കുന്ന ആ സ്നേഹം നമ്മുടെ ദിവസത്തെ മുഴുവൻ സങ്കടങ്ങളും മാറ്റിക്കളയും. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇവരുടെ സാന്നിധ്യം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വീടിനുള്ളിൽ എപ്പോഴും സന്തോഷവും പോസിറ്റീവ് എനർജിയും നിറയ്ക്കാനും ഒരുപാട് സഹായിക്കും. നിങ്ങൾ ബാത്റൂമിൽ കയറുമ്പോൾ പൂച്ച പുറത്ത് കാവൽ നിൽക്കുന്നതോ വാതിക്കൽ മാന്തി വിളിക്കുന്നതോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് വെള്ളം പേടിയാണെന്ന് നമുക്കറിയാം. പൂച്ചകളുടെ ചിന്തയിൽ വെള്ളം അപകടകാരിയാണ്. നിങ്ങൾ വെള്ളത്തിനടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആ കുഞ്ഞു മനസ്സ് ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾ സുരക്ഷിതമായി പുറത്തുവരുന്നതുവരെ അവർക്ക് സമാധാനമില്ല. തന്റെ ജീവൻ പണയം വെച്ചും നിങ്ങളെ രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആ കാവൽക്കാരൻ. വീട്ടിൽ കുട്ടികളോ ഗർഭിണികളോ ഉണ്ടെങ്കിൽ നമ്മൾ അല്പം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പൂച്ചകളുടെ വിസർജ്യ അവശിഷ്ടങ്ങളിലൂടെ പകരാൻ സാധ്യതയുള്ള ചില അണുബാധകൾ ഗർഭിണികൾക്കും പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികൾക്കും ഒട്ടും നല്ലതല്ല. ഇത് പലതരത്തിലുള്ള ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് ഇവരുള്ള വീടുകളിൽ പൂച്ചകളെ കിടപ്പുമുറിയിൽ കയറ്റാതിരിക്കാനും കട്ടിലിലൊപ്പം കിടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം കുട്ടികൾ പൂച്ചകളുമായി കളിച്ചുകഴിഞ്ഞാൽ കൈകൾ സോപ്പിട്ട് നന്നായി കഴുകാനും ശീലിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുട്ടികൾക്ക് കൃത്യസമയത്ത് വിരയ്ക്കുള്ള മരുന്നുകൾ നൽകാറുണ്ടോ? പൂച്ചകൾക്ക് ബാലൻസ് കിട്ടാനാണ് വാല് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവരുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിശാസൂചി ആണിവാല് എന്നെത്ര പേർക്കറിയാം? പൂച്ചയുടെ വാലിൽ മാത്രം ഏകദേശം 20ഓളം എല്ലുകളുണ്ട്. അതായത് അവരുടെ ആകെ എല്ലുകളുടെ 10% വാലിലാണുള്ളത്. അതുമാത്രമല്ല, വാലിന്റെ ചലനത്തിലൂടെയാണ് അവർ സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അവർ വാല് പതുക്കെ ആട്ടുന്നത് സ്നേഹം കൊണ്ടാണെങ്കിൽ വാല് കുത്തനെ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങളെ ഒരു സുഹൃത്തായി അംഗീകരിച്ചു എന്നതിന്റെ അടയാളമാണ്. വാലില്ലാതെ അവർക്ക് കൃത്യമായ ദിശയിൽ ചാടാനോ ഓടാനോ കഴിയില്ല. പ്രകൃതി അവർക്ക് നൽകിയ ഒരു അത്ഭുത ഉപകരണം തന്നെയാണിത്. പൂച്ചകളെ പേരെടുത്ത് വിളിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യാതെ ഇരിക്കാറുണ്ടോ? എങ്കിൽ വിളിച്ച മറുപടിക്ക് അവരെ നിങ്ങളുടെ അടുത്തേക്ക് ഓടിവരുത്താൻ ഒരു സൂപ്പർ സൈക്കോളജിക്കൽ ട്രിക്കുണ്ട്. പൂച്ചകൾക്ക് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഗൗരവമുള്ള ശബ്ദങ്ങളേക്കാൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ പോലുള്ള ഉയർന്ന തരംഗദൈർഘ്യമുള്ള, അതായത് കുറച്ച് ശബ്ദം പൊക്കിയുള്ളതും കൊഞ്ചിക്കൊണ്ടുള്ളതുമായ സംസാരരീതിയാണ് കൂടുതലിഷ്ടം. പൂച്ചകളുടെ കാതുകൾക്കുയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇനി അവരെ വിളിക്കുമ്പോൾ സാധാരണ ശബ്ദത്തിൽ വിളിക്കാതെ ശബ്ദം അല്പം കൂട്ടി കുറച്ച് കൊഞ്ചലോടെ പേര് വിളിച്ചു നോക്കൂ. ഇത് അവർക്ക് കൂടുതൽ സുരക്ഷിതത്വവും താൽപ്പര്യവും ഉണ്ടാക്കും. വിളിച്ച ഉടനെ അവരെ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ പൂച്ചയെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കാറ്?